ഹലോ, വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം പെട്ടെന്ന് ആർക്കും പ്രായമാവണമെന്നൊന്നും നമുക്ക് ആർക്കും തന്നെ ഇഷ്ടമല്ല. ഫേസിൽ ചുളിവൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉള്ളിൽ നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്ന കാര്യമാണ്. അപ്പം നമുക്ക് എപ്പോഴും ഇഷ്ടം എപ്പോഴും ചെറുപ്പമായിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ചെറുപ്പമായിട്ടിരിക്കുക നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. നമ്മൾ സ്കിൻ കെയർ ആണ് ബേസിക്. അത് മുതൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയും. സെലിബ്രിറ്റീസിനെയൊക്കെ കാണുമ്പോൾ അവർ എന്ത് ഭംഗിയാണ്, എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടായിരിക്കുന്നത്, എത്ര പ്രായത്തിൽ. പക്ഷേ എന്തുകൊണ്ടാണ് പ്രോപ്പറായിട്ട് സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ പറയും സെലിബ്രിറ്റീസൊക്കെ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അവരുടെ സ്കിന്നെല്ലാം അങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് മാത്രമൊന്നുമല്ല, നമുക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മളെ വീട്ടിൽ തന്നെ നമ്മളുടെ അടുക്കളയിൽ തന്നെ കാണുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മളുടെ സ്കിൻ കെയർ കൊണ്ടുപോകാൻ പറ്റും. പണ്ടത്തെ കാലത്തൊന്നും ഇതുപോലത്തെ ഇത്രയും നല്ല പ്രൊഡക്റ്റുകളോ ഇതൊന്നും ഇല്ലല്ലോ. ആ സമയത്തും ഒരുപാട് ബ്യൂട്ടിഫുള്ളായിട്ട് സ്കിൻ കെയർ കൊണ്ടുപോയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. നല്ല ഭംഗിയോട് കൂടിയിട്ടിരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്കറിയാം ക്ലിയോപെട്രയൊക്കെ എന്താണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. അപ്പോൾ അവരൊക്കെ അവരുടെ സൗന്ദര്യം എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തത് എന്നൊക്കെ നമുക്ക് എങ്ങനെയായിരുന്നു. അപ്പോൾ നാച്ചുറലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടാണ് അത്രയും സൗന്ദര്യം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയത്. ഇന്ന് കാണുന്ന പ്രൊഡക്റ്റ് വെച്ചിട്ടൊന്നും അല്ല. ഇന്ന് കാണുന്ന നമുക്ക് എന്താ പറയുക കോസ്മെറ്റിക് സർജറിയോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതും കൂടി ഉണ്ടല്ലേ. നമ്മളുടെ ഭാഗത്തു നിന്ന് നമ്മളെപ്പോഴും നമുക്ക് അങ്ങോട്ട് എഫേർട്ട് ഇടാൻ ഭയങ്കര മടിയാണ്. എന്ത് കാര്യത്തിനാണെങ്കിലും എല്ലാം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഒരു ബ്യൂട്ടി ടിപ്സ് പറഞ്ഞാലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി കേൾക്കും. പക്ഷെ അത് എത്ര ദിവസം അത് ഫോളോ ചെയ്യും? ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം പോയ ഒരാഴ്ച, അത് കഴിഞ്ഞാൽ അത് അവിടെ ഇട്ടു, ഓക്കെ മതി, കുഴപ്പമില്ല, അടുത്ത ടിപ്സ് വേറെ പോയി കേൾക്കും. എന്നിട്ട് അതും 2 ദിവസം ഇതിങ്ങനെ ടിപ്സ് മാത്രം ഇങ്ങനെ കേട്ട് പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ അത് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ തന്നെ മൈൻഡ് ഫോക്കസ് ചെയ്ത് അത് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അല്ലാതെ നമ്മൾ അതിലും നോക്കി ഇതിലും നോക്കി അവസാനം നമുക്ക് ഏതിലും ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടത്തില്ല, എവിടെ നിന്നും നമുക്ക് റിസൾട്ടും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മളെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മളുടെ ഉള്ളിൽ നമ്മൾ ആഗ്രഹിച്ച് നമ്മളൊരു സ്കിൻ കെയർ ആണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഡെയിലി കറക്റ്റായിട്ട് നമ്മളത് ഡെയിലി ചെയ്യണം. മനസ്സിലായോ? ഒരു കോൺസ്റ്റൻ്റ്ലി നമ്മളൊരു കാര്യം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അതിനുള്ള റിസൾട്ട് ഉണ്ടാവും. സോ അപ്പോൾ കറക്റ്റായിട്ട് അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാം എങ്ങനെ നമുക്ക് ഈ ചുളിവ് മാറ്റാൻ ഒരുപാട് എക്സ്പെൻസ് ചെയ്യാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം. അതായത് എക്സ്പെൻസീവ് ഒന്നും അല്ലാതെ നമ്മൾ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയണം കേട്ടോ. അപ്പോൾ നമുക്കറിയാം നമ്മളുടെയൊക്കെ കിച്ചണിൽ കാണുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് മുട്ടയില്ലാത്ത വീട് ഇല്ല എന്ന് തന്നെ പറയാം അല്ലേ. മുട്ട ഭയങ്കര ഇഷ്ടമുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ വീടുകളിലൊക്കെ മുട്ട ഉണ്ടാവുമല്ലോ. സോ മുട്ട എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. സോ പ്രോട്ടീൻ നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് ഗുണം ചെയ്യുവാണ്. നമുക്ക് സൗന്ദര്യത്തിന് യൂസ് ചെയ്യാം, നമ്മളുടെ ശരീരത്തിന് നമ്മൾക്ക് പ്രോട്ടീനിന് വേണ്ടിയിട്ട് എടുക്കാം, നമ്മളുടെ ഹെയറിൻ്റെ ആരോഗ്യത്തിന്, നമ്മളുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന്, നമ്മളുടെ ഹെൽത്തിന് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മുടെ ഫുഡിൽ, നമ്മുടെ ഡയറ്റിൽ നമ്മൾ എപ്പോഴും ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുട്ട. ഡെയിലി ഒരു എഗ്ഗ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിനും നല്ലതാണ്. അതുപോലെ തന്നെ ബ്യൂട്ടിക്കും, നിങ്ങളുടെ സൗന്ദര്യത്തിനും നിങ്ങളുടെ ഹെൽത്തിനും എല്ലാറ്റിനും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു ഡെയിലി ഒരു എഗ്ഗ് കഴിക്കുക എന്നുള്ളതാണ്. അത് ആദ്യം ഫോളോ ചെയ്യൂ കേട്ടോ. നമ്മളെപ്പോഴും പറയും അതായത് പുറത്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്കിന്നിലാണെങ്കിലും ശരി, എക്സ്റ്റേണലായിട്ടുള്ള ഒരുപാട് കാര്യം ചെയ്യാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇൻറ്റേർണൽ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ ഉള്ളിൽ എന്ത് കൊടുത്താലും നമുക്ക് അതിൻ്റെ റിസൾട്ട് എല്ലാം തന്നെ നമുക്ക് പുറത്ത് കാണും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മുട്ട ഡെയിലി ഒരെണ്ണം കഴിക്കാൻ വിട്ടുപോകരുത്. എസ്പെഷ്യലി ലേഡീസ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് മുട്ട ഗുണം ചെയ്യും.
ഞാൻ പറയുന്നത് ജെൻസ് എപ്പോഴും കഴിക്കാറുണ്ട്. കാരണം അവർക്ക് അറിയാം, അവർ ജിമ്മിലൊക്കെ പോകുന്നവർ, വർക്കൗട്ടൊക്കെ ചെയ്യുന്നവർ എല്ലാ ദിവസവും മുട്ട കഴിക്കുന്നുണ്ട്. ബിക്കോസ് പ്രോട്ടീനിന് വേണ്ടിയിട്ട് മുട്ട എടുക്കാറുണ്ട്. പക്ഷേ ലേഡീസ് എപ്പോഴും വേണ്ട, നമ്മൾ എപ്പോഴും അടുക്കളയിലാണല്ലോ, നമുക്ക് എപ്പോഴും മുട്ടയൊക്കെ ആണെങ്കിൽ ആ മോന് കഴിക്കട്ടെ, അല്ലെങ്കിൽ ഹസ്ബൻഡ് കഴിക്കട്ടെ, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ, ഇവർക്ക് അങ്ങനെയല്ല, നമുക്കും ഭയങ്കര ആവശ്യമാണ്. നമ്മുടെ സൗന്ദര്യത്തിനും ആരോഗ്യത്തിനൊക്കെ ഭയങ്കര ആവശ്യമാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും നമുക്കും കൂടി വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഡെയിലി ഒരു മുട്ട കഴിക്കണം. ഫസ്റ്റ് അത് ഓക്കെ. ചുളിവൊക്കെ വരാതിരിക്കണമെങ്കിൽ കഴിച്ചോളൂ. ഇനി അങ്ങനെ പറയും, നമ്മൾ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ പറയില്ലേ, നല്ല ഭംഗി വരണമെന്നുണ്ടെങ്കിൽ ഇന്ന ഫുഡ് കഴിക്കുമെന്ന് പറയുമ്പോൾ ഇഷ്ടമില്ലെങ്കിൽ പോലും നമ്മൾ കഴിക്കും. അതുപോലെ പറയുവാണ്. അപ്പോൾ സൗന്ദര്യം വേണം, പെട്ടെന്ന് പ്രായമൊന്നും ആവരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെയിലി ഒരു മുട്ട കഴിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ചുളിവ് കുറയ്ക്കാൻ, ചുളിവ് ഇല്ലാതാക്കാനായിട്ട് മുട്ട ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നും ചെയ്യേണ്ട, വളരെ ഈസി ആയിട്ട് നമ്മൾ കിച്ചണിലുള്ള ഒരു മുട്ട എടുക്കുക. നമ്മുടെ വീട്ടിലെപ്പോഴും നമ്മൾ രാവിലെയൊക്കെ നല്ല തിരക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഫേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഫേസ് വാഷോ ക്ലെൻസറോ ഇട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം മുട്ടയുടെ വെള്ള എടുക്കുക. നമ്മൾ ക്ലീൻ ചെയ്ത് ടവൽ വെച്ച് നന്നായിട്ട് ക്ലിയർ ചെയ്യണം കേട്ടോ, ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതിനുശേഷം മുട്ടയുടെ വെള്ളം വെറുതെ ഒരു മിക്സും ചെയ്യേണ്ട, ഒന്നും ചെയ്യാതെ നിങ്ങൾക്ക് നല്ല ഒരു എക്സ്ഫോലിയേറ്ററാണ്, ക്ലെൻസറാണ്, നല്ലപോലെ നമ്മൾ സ്കിന്നിനെ ടൈറ്റൻ ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കൂടെയാണ് മുട്ടയുടെ വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മുട്ട എടുക്കുക, ഒരു മുട്ടയുടെ വെള്ളം മാത്രമായിട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഈവൻ നെക്ക് ഉൾപ്പെടെ. കാരണം നെക്കിലാണ് എപ്പോഴും ആ ഒരു നമ്മളുടെ റിങ്കിൾസിൻ്റെയൊക്കെ നമുക്ക് ലൈൻസൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈവൻ നെക്ക് ഉൾപ്പെടെ നമ്മൾ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരുപാട് സമയം വെക്കണമെന്നില്ല. കാരണം ഇത് ഭയങ്കരമായിട്ട് വലിഞ്ഞു മുറുകുന്ന പോലത്തെ ഒരു ഫീൽ വരും ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ. കൂടിപ്പോയാൽ 5 to 7 മിനിറ്റ്സ് മാത്രം വെക്കുക. ഒരുപാട് പിമ്പിൾസ്, ആക്നെയൊക്കെ ഉള്ളവർ കൂടുതൽ ടൈം വെക്കണമെന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ എടുക്കാവുന്നതാണ്. അതല്ല, നമുക്ക് എപ്പോഴും റിങ്കിൾസ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഒരു ഏജ് കഴിഞ്ഞിട്ടാണ് റിങ്കിൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിലവർക്ക് വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമാണ് നേരത്തെ കാണുന്നത്. അതല്ലാത്തവർക്ക് നമുക്കൊരു ഒരുവിധം കഴിയുമ്പോൾ ആണ് വരുന്നത്. അപ്പോൾ പിമ്പിൾസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ 5 to 7 മിനിറ്റ്സ് അതിൽ കൂടുതൽ വെക്കരുത്. ജസ്റ്റ് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു ടൈറ്റ് ആവുന്ന പോലത്തെ ഒരു ഫീൽ ചെയ്യും. നമുക്ക് സ്കിൻ ഭയങ്കരമായിട്ട് ടൈറ്റ് ആവുന്ന രീതിയിലുള്ളൊരു ഫീൽ ചെയ്യും. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുക. വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നിർബന്ധമായിട്ടും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിർബന്ധമായിട്ടും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഈവൻ ഡെയിലി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഇതിനകത്ത് വേറെ സൈഡ് എഫക്റ്റ് ഇല്ല, വേറെ രീതിയിൽ ഒന്നും തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇച്ചിരി മടിയാണല്ലോ. ഒരു പാക്ക് വാങ്ങിക്കണം, മറ്റേത് വാങ്ങിക്കണം, പൊടി വാങ്ങിക്കണം, മിക്സ് ചെയ്യണം, അതിന് കുറേ ടൈം എടുക്കണം, അങ്ങനെ കുറേ മടി വരും. ഇതാകുമ്പോൾ നമുക്ക് ഒന്നുമില്ല, ജസ്റ്റ് മുട്ടയുടെ വെള്ളം എടുക്കുക, നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഫേസ് ആൻഡ് നെക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതുപോലെ നിങ്ങളുടെ കൈയൊക്കെ നല്ല ചുളിവുണ്ടെങ്കിലും നമുക്ക് കയ്യിലെല്ലാം അപ്ലൈ ചെയ്യാം കേട്ടോ. ഫേസ് നെക്ക് മാത്രമല്ല, ഇവിടെ നമുക്ക് ചിലവർക്ക് ചുളിവ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കൈയുടെ ഈ ഏരിയയിലൊക്കെ ഒരു സ്കിൻ ഭയങ്കരമായിട്ട് ചുളിവും റിങ്കിൾസൊക്കെ ആയിട്ടൊക്കെ തോന്നും. അപ്പോൾ അതിനും നമുക്ക് കുഴപ്പമില്ലാതെ ഇതേ പാക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. സോ അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ട് 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി ഇത് കൂടാതെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഒരു പാക്കായിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ, നല്ല രീതിയിലൊരു പാക്ക് നമുക്ക് ഈ റിങ്കിൾസ് കുറയ്ക്കാനും നമ്മളുടെ സ്കിന്നിലെ കരുവാളിപ്പൊക്കെ ഒന്ന് മാറ്റി, അതായത് കരുവാളിപ്പ് മീൻസ് ടാൻ ഉണ്ടാവുമല്ലോ, നമ്മൾ പുറത്തൊക്കെ ഇങ്ങനെ ഈ ചൂടൊക്കെ കൊള്ളുന്നത് കൊണ്ട് നമുക്ക് ടാൻ ഉണ്ടാവും. സോ ആ ടാനൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് നമുക്കൊരു പാക്കും കൂടി റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു പാക്ക് തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നല്ലേ, നമുക്ക് മുട്ടയുടെ വെള്ളം എടുക്കാം. അതിലേക്ക് എന്ത് വേണം, നമുക്ക് ഓട്സ് വേണം. നമ്മൾ ഇപ്പോൾ എല്ലാവരും ഡയറ്റിൻ്റെ പാർട്ടായിട്ട് ഓട്സും നമ്മളുടെ കിച്ചണിലൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, 90% ആൾക്കാരുടെ വീട്ടിലും ഓട്സ് ഉണ്ടാവും. സോ അപ്പോൾ ആ ഓട്സ് കുറച്ച് എടുക്കുക. ഓട്സ് ഇച്ചിരി ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. ഡയറക്റ്റ് എടുക്കാതെ ഓട്സ് ഒന്ന് പൊടിച്ചെടുക്കുക. അതിലേക്ക് ഈ വെള്ള എഗ് വൈറ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യും. നമുക്കൊരു പാക്കിൻ്റെ രൂപത്തിലേക്ക് ആക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഇത് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇറിറ്റേഷനൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ, നമുക്കൊരു കുറച്ചും കൂടെ നമ്മളുടെ, അതായത് ഈ ഒരു
ടാൻ, അതായത് കരുവാളിപ്പ് ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ലൈം 1 or 2 ഡ്രോപ്സ് ലൈം ജ്യൂസ് എടുക്കാവുന്നതാണ്. 1 or 2 ഡ്രോപ്സ് എടുക്കാം കേട്ടോ. അതും നമുക്കിതിൻ്റെ കൂടെ മിക്സ് ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഇതൊരു പാക്കായിട്ട് നിങ്ങൾക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം, കൂടുതൽ വേണ്ട, ഒരു പ്രാവശ്യം ആണെങ്കിലും ഒരു കുഴപ്പമില്ല. വീക്ക്ലി എല്ലാ ദിവസവും, അതായത് ഒരു സൺഡേ വെച്ചിട്ട് നിങ്ങൾ പാക്ക് ഇടാൻ വേണ്ടി ട്രൈ ചെയ്യുക. വീക്ക്ലി വൺസ് നിങ്ങൾക്കൊരു പാക്കായിട്ട് ഇടാം. അതല്ല കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ടൈമൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2 പ്രാവശ്യം വേണമെങ്കിൽ എടുക്കാം. അതർവൈസ് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരുപാട് ആഗ്നയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറേ സമയം വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്കിത് റിമൂവ് ചെയ്യാം. ഡ്രൈ സ്കിൻ ആണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഉടനെ തന്നെ സ്കിൻ കുറച്ച് സമയം കഴിയുമ്പോൾ നന്നായിട്ട് വലിഞ്ഞു മുറുകുന്ന പോലെ ഒരു ഫീൽ വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. സോ അപ്പോൾ ഇതൊരു നല്ലൊരു പാക്കാണ്. അപ്പോൾ ഇത് മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. ഇത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ടാൻ റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കും കൂടിയാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവില്ല, പക്ഷേ ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പാക്കാണ് ഇത്. റിങ്കിൾസ് നമുക്ക് പതിയെ നമുക്ക് ഇട്ട് ഒരു ദിവസം കൊണ്ട് കുറയണം എന്നൊന്നും അല്ല, ബട്ട് അത് ഗ്രാജുവലി കുറഞ്ഞ് വരും. ഓക്കെ, നമുക്ക് ആ ഒരു റിസൾട്ടിലേക്ക് വന്നോളും. നമ്മൾ നമ്മളെപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യേണ്ടത് ഭയങ്കര എന്താ പറയുക, ചെയ്തുകൊണ്ടേ ഇരിക്കുക, റിസൾട്ട് വരും. നമ്മൾ ഇന്ന് ചെയ്ത് എനിക്ക് ഇന്ന് റിസൾട്ട് വന്നാലേ ഞാൻ നാളെ ചെയ്യുന്നില്ല, നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക, ഉറപ്പായിട്ടും റിസൾട്ട് വരും. നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആവാനും ഹെൽപ്പ് ചെയ്യും. ഓട്സ് ആ ടാനൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഒന്നും കൂടെ നമുക്ക് ബ്രൈറ്റ്നസ് കിട്ടും, പ്ലസ് റിങ്കിൾസ് കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടോ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണ്, ചാനലിൽ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്ത് അറിയിക്കാം. വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ ഇഷ്ടപ്പെട്ടാൽ. ഓക്കെ, നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, ഒരു ലൈക്കല്ലേ, ഒന്ന് ചെയ്യൂ. പ്ലസ് കമൻറ്റ് ചെയ്ത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഓക്കെ ആണോ, എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ പറയാം. സോ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്നവർ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്തും ഇടാം. ഞാൻ ഒരുപാട് കമൻറ്റിൽ കണ്ടിട്ടും കൂടിയിട്ടാണ് ഓരോ വീഡിയോസും നമ്മൾ ആവശ്യമുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.